രാഹുലെ, ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ വിലയിരുത്തലുകളും കഴിഞ്ഞു. UDF തരംഗം കേരളത്തിൽ ഒന്നാകെ ആഞ്ഞു വീശുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അഭ്യൂഹങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് രമേശ് ചെന്നിത്തല, ഒന്ന് VD സതീശൻ, പിന്നെ ഈ കൂട്ടത്തിലൊന്നും പെടാത്ത ഒരു കൊമ്പൻ KC വേണുഗോപാൽ എന്ന നയതന്ത്രജ്ഞൻ. എനിക്ക് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് KC വേണുഗോപാലിൻ്റെ പേര് കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും വാർത്താ മാധ്യമങ്ങളാണെങ്കിലും KC വേണുഗോപാലിൻ്റെ പേര് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ മത്സരിക്കാൻ കാണില്ല എന്ന് കൃത്യമായിട്ട് ഒരു നിലപാട് പറഞ്ഞിട്ടുള്ള നേതാവാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. അപ്പോൾ KC വേണുഗോപാൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആവുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ആ ഒരു സംശയം വരുമ്പോഴും KC വേണുഗോപാൽ എന്ന നയതന്ത്രജ്ഞന്റെ ബുദ്ധി കൂർമ്മത, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മജീഷ്യന്റെ കൈവിരലുകളുടെ ചലനം പോലെ അദ്ദേഹം ഒരുക്കി വെച്ചുള്ള ചില മാജിക്കുകൾ ഈ ഇലക്ഷനിൽ നമ്മൾ ശരിക്കും കണ്ടതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്കറിയാം KC വേണുഗോപാൽ ദേശീയ തലത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം കേരളം തന്നെയാണ്. അപ്പം കേരളത്തിൽ നിന്നുള്ളൊരു ദേശീയ സെക്രട്ടറി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് KC വേണുഗോപാലിൻ്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. നമ്മൾ അങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ അപ്പോൾ മുഖ്യമന്ത്രി കസാരയിലേക്ക് പരിഗണിക്കപ്പെടുന്ന രണ്ട് പേരുകൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് VD സതീശനാണ്, ഒന്ന് രമേശ് ചെന്നിത്തലയാണ്, പിന്നെ മുരളീധരൻ്റെ പേരുകൾ ചർച്ചയിൽ വരുന്നൊരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ എവിടുന്നാണ് എന്നറിയില്ല KC വേണുഗോപാലിൻ്റെ പേരുകളും പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു KC കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകും. സ്വാഭാവികമായിട്ടും ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കാനുള്ളൊരു കെൽപ്പ് ഇന്ന് KC വേണുഗോപാലിനുണ്ട് എന്നാണ് എൻ്റെ ഒരു ബോധ്യം. കാരണം രമേശ് ചെന്നിത്തലയുടെ പേരും VD സതീശൻ്റെ പേരുകളും മുന്നിൽ വരുമ്പോൾ തന്നെ അതിൽ ആരെ ആക്കണം എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് KC വേണുഗോപാൽ വളർന്നു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്. സ്വാഭാവികമായും ഇപ്പോൾ ഈ പറയുന്ന ഇലക്ഷൻ ഡിക്ലെയർ നടന്നതിന് ശേഷം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇടതുപക്ഷത്താണെങ്കിലും BJPയിലാണെങ്കിലും ധാരാളം പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. കാരണം KC വേണുഗോപാൽ എന്ന അവരുടെ നേതാവ് പറയുന്നു അത് VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല, ഞാൻ നോക്കിക്കാണുന്നത് KC വേണുഗോപാൽ ആണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും മുരളീധരനാണെങ്കിലും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു കരുത്ത് കാണിച്ചു, ആർജവം കാണിച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് KC വേണുഗോപാൽ. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ KC വേണുഗോപാലിൻ്റെ ഒരു നയതന്ത്രജ്ഞത എന്ന് പറയുന്നത് കൃത്യമായിട്ടായിരുന്നു. അത് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമവാക്യങ്ങൾ പലപ്പോഴും UDF അനുകൂലമാക്കി കൊണ്ടുവരാനാണ് UDF നോക്കുന്നത്. ഇപ്പം ജാതി സമവാക്യങ്ങളാണെങ്കിൽ പോലും SNDP, NSS, ക്രൈസ്തവ സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ ഇതിനെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണം. കാരണം ഒരാളൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിനോടൊപ്പം പോകാൻ കഴിയണം. അപ്പം UDFനെ സംബന്ധിച്ച് പലർക്കും പല നിലപാടുകളാണ്. ഇപ്പം VD സതീശൻ എടുത്തുള്ള നിലപാടുകളാണെങ്കിൽ ഇവരോടൊപ്പം നമ്മളില്ല, നമ്മൾ മറ്റൊരു വഴിയിലേക്ക് പോകും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്തുള്ള ആളുകളെല്ലാം പല വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ഇവരെ എല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ KC വേണുഗോപാലാണെങ്കിൽ പോലും NSSുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്, SNDPയുമായിട്ട്. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം രാഹുൽ ഗാന്ധിയെ കൊല്ലത്ത് കൊണ്ടുവന്നിട്ട് ഗുരു ഗാന്ധിയും തമ്മിലുണ്ടായിരുന്ന ഒരു ദിനം, ആ ദിനത്തെ കേരളത്തിലെ വലിയൊരു ദിനമാക്കി മാറ്റുകയും SNDPയിലും SNDPയുടെ വലിയൊരു പരിപാടിയാക്കി അത് മാറ്റുകയും ചെയ്തത് KC വേണുഗോപാലിന്റെ ഒരു ബുദ്ധി തന്നെയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊക്കെ കൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ഇവിടുത്തെ ജനങ്ങൾ, അതായത് നമ്മുടെ സംസ്ഥാനത്തെ പ്രബുദ്ധരായ വോട്ടർമാരെല്ലാവരും തന്നെ ഈ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കാനുള്ളൊരു കെൽപ്പ് KC വേണുഗോപാൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഞാൻ ആ സമയത്ത് വലിയ രീതിയിൽ ഈ ചർച്ചകളെല്ലാം നോക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും ഈ മനോരമയുടെയൊക്കെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് കൃത്യമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. KC വേണുഗോപാൽ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരാളായി മാറി, അദ്ദേഹം ഒരു മുഖ്യമന്ത്രി കസേര ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം ഈ സംഘടനയെ കൈപ്പിള്ളയിലാക്കി ഇനി അദ്ദേഹം നയിച്ചു കൊണ്ടുപോകും, അദ്ദേഹം മുഖ്യമന്ത്രിയാകും എന്നുള്ള വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹം ഇതിനെ കൃത്യമായി മാനേജ് ചെയ്തു. ഇപ്പോൾ അധികാരമോഹികളാണ് എല്ലാവരും, പക്ഷേ അവിടെ നിന്നും അദ്ദേഹം ഒരു വ്യത്യസ്തനായിട്ട് എനിക്ക് അധികാരം വേണ്ട, എനിക്ക് മുഖ്യമന്ത്രി ആകണ്ട, കൃത്യമായിട്ട് നിലപാടെടുത്തുകൊണ്ട് ഇപ്പോൾ സുധാകരൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും KC വേണുഗോപാലിൻ്റെ അടുത്ത് ബൈ പറഞ്ഞു എന്ന് പോകുന്നൊരു സാഹചര്യം നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. ഇപ്പോൾ അരുൺകുമാർ
അദ്ദേഹമാണ് റിപ്പോർട്ടർ ചാനലാണ് ഇത് വലിയ രീതിയിൽ വിവാദമാക്കിയത്. ഇതാ സുധാകരൻ രാജിവെച്ച് പാർട്ടിയിൽ നിന്നും പുറത്തു പോകാൻ പോകുന്നു, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, KC വേണുഗോപാലിനെ വിളിച്ചിട്ട് ഓക്കെ ബൈ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ KC വേണുഗോപാലിനെ പോലൊരു നേതാവ് അവിടെ കാണിച്ചൊരു ധീരതയുണ്ട്. MP മാർക്ക് ആർക്കും സീറ്റ് കൊടുക്കണ്ട, ഇനി അത് ആരാണെങ്കിലും കൊടുക്കണ്ട എന്നൊരു നിലപാടെടുക്കുന്ന ഒരു സാഹചര്യം, അതിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു നിലപാട്. ഇപ്പൊ അദ്ദേഹത്തിന് വേണമെങ്കിൽ എടുക്കാമായിരുന്നല്ലോ, ഇപ്പോൾ MP മാരും മത്സരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ KC വേണുഗോപാലിനും മത്സരിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷെ അതൊന്നുമല്ല, നിലവിൽ നിൽക്കുന്ന ആളുകളെ കൊണ്ട് തന്നെ മത്സരിപ്പിച്ച് അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകാൻ KC വേണുഗോപാലിന് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഈ ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ മതസമവാക്യങ്ങൾ, ക്രൈസ്തവ സഭകളെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്കറിയാം മറ്റേ ക്രിസ്ത്യൻസിനെ, അതായത് ഈ നേഴ്സുമാരെയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഡൽഹിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ കൃത്യമായിട്ട് നിലപാടെടുത്ത് ഡൽഹിയിൽ പോയി സംസാരിക്കുന്ന ഒരു സാഹചര്യം, ഇതിൻ്റെ എല്ലാം ഒരു മീഡിയേറ്ററായിട്ട് KC വേണുഗോപാൽ പല സാഹചര്യത്തിലും നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതേപോലെ ഒരു നയതന്ത്ര വിദഗ്ധനായിട്ട് UDFന്റെ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അതികായന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരെല്ലാം പോയൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഫാക്ടറില്ല, കരുണാകരനില്ല, മാണിയില്ല, വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പിട്ട് സംഘടനയെ നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആരുമില്ല. എല്ലാവരും പുതിയ തലമുറയാണ്, പുതിയ സംഘടനാ ശേഷിയുമായിട്ട് വരുന്ന ആളുകളാണ്, പലരും പുതുമുഖങ്ങളാണ്. അപ്പോൾ ഇവരെ എല്ലാം വലിയ രീതിയിൽ സംഘർഷങ്ങൾ നേടുന്ന ഒരു സമയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടി കടിപിടി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് KC വേണുഗോപാൽ തനിക്ക് മുഖ്യമന്ത്രി കസാര വേണ്ട, പക്ഷേ താൻ ഇതിനെ എല്ലാം കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിടുന്ന അവസാന ദിവസം വരെ എന്തെങ്കിലും ഒരു വിഷയം UDFിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ബാക്കിയുള്ള MLA മാരെല്ലാം, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിൽ സ്വന്തം മണ്ഡലത്തിൽ പോയി, VD സതീശനാണെങ്കിൽ പറവൂരേക്ക് പോയി, ബാക്കിയുള്ളവരെല്ലാം K മുരളീധരനാണെങ്കിലും എല്ലാവരും അവരുടെ മണ്ഡലത്തിലേക്ക് 2 ആഴ്ച മുമ്പിട്ട് തന്നെ കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കാനും മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാനും KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഫാക്ടർ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആ അധികാരത്തിന്റെ ഒരു അംശം KC വേണുഗോപാലിനും കൂടെ അവകാശപ്പെട്ടതാണ്. ഇപ്പം അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരുപാട് പേരുണ്ടാകാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാൻ അദ്ദേഹം കാണിച്ചൊരു ആർജവമുണ്ട്. എനിക്ക് അധികാരം വേണ്ട, പക്ഷെ ഞാൻ ഇത് കൈകാര്യം ചെയ്ത് കൃത്യമായിട്ട് ഒരു പ്രിസിഷൻ, തെരഞ്ഞെടുപ്പിൽ വേണ്ടത് ഏറ്റവും വലിയത് പ്രിസിഷനാണ്. ആരെ എവിടെ പ്ലേസ് ചെയ്യണം, വലിയൊരു കാര്യമാണ്. അതിൽ മാധ്യമങ്ങളൊക്കെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പോൾ VD സതീശനെയും KC വേണുഗോപാലിനെയും വെച്ചിട്ട് എന്തെല്ലാം അധിക്ഷേപങ്ങൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ അടിച്ചു വിട്ടു. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥാനാർത്ഥികളെയും പ്ലേസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പണിയെടുത്ത് കൃത്യമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയം തന്നെ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. UDFന്റെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിന് ശേഷം LDFന്റെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടില്ല. UDF ആണ് ആദ്യമായിട്ട് 140 മണ്ഡലങ്ങളും UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. എന്നിട്ടും LDFന് അവിടെ സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു പല മണ്ഡലങ്ങളിലും. അപ്പോൾ അത്തരത്തിൽ UDFന് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ KC വേണുഗോപാലിനെ പോലൊരു നേതാവിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് വലിയൊരു കാര്യമാണ്. കാരണം നോക്കാൻ ആരുമില്ല, കാണാൻ ആരുമില്ല. ഒരു VD സതീശൻ അപ്പുറത്തുണ്ട്, ഒരു രമേശ് ചെന്നിത്തല ഇപ്പുറത്തുണ്ട്, വേറെ കുറെ നേതാക്കന്മാർ അപ്പുറം ഇപ്പുറം എല്ലാമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശശി തരൂര്, അപ്പോൾ അങ്ങനെ MP മാരായിട്ട് മത്സരിക്കുന്ന പല ആളുകളാണെങ്കിൽ പോലും, അടൂർ പ്രകാശ് ആണെങ്കിൽ പോലും, ഷാഫി പറമ്പിലാണെങ്കിൽ പോലും, ഇവരെല്ലാം പല ഭാഗത്താണ്. ഇവരെ എല്ലാം കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു കോർഡിനേറ്റർ ആയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ മികവാർന്നൊരു കോർഡിനേറ്റർ ആയിരുന്നു KC വേണുഗോപാൽ എന്ന് പറയേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരാളാണ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ഷാഫി പറമ്പിൽ. ഇവരെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഒരു ഏകോപനമായിരുന്നു. എല്ലാവരും ഇപ്പോൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കീഴിൽ അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് സെറ്റിൽമെൻറ്റുകൾക്ക് വിധേയമായി എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വോട്ട് വീഴുന്നൊരു സാഹചര്യത്തിൽ വരെ ഒരു വിഷയവും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായത്. വോട്ട് ചെയ്തതിനു ശേഷം ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചകൾ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ആദ്യമേ കൊണ്ടുവരുന്നത്. കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും അങ്ങനൊരു വിഷയമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിനെ എപ്പോഴും നിയന്ത്രിക്കുന്നത് KC വേണുഗോപാലാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രി ആരാവണമെന്ന് തീരുമാനിക്കാൻ വരെ കെൽപ്പുള്ള ഒരാളായിട്ട് KC വേണുഗോപാൽ മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സംഘടനാ ശേഷി കൊണ്ടാണ്.
ഇപ്പോൾ അദ്ദേഹം ഒരു ദേശീയ നേതാവാകുന്നത് ഇന്നോ ഇന്നലെ അല്ലല്ലോ. അപ്പൊ അദ്ദേഹം കേരളത്തിൽ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഡൽഹിയിൽ പോയി അവിടെ ചെന്ന് ഒരു സംവിധാനം ഉണ്ടാക്കി അങ്ങനെയാണല്ലോ ദേശീയ നേതാവാവുന്നത്. ഇപ്പോ നമുക്കറിയാം UDF സംബന്ധിച്ചൊരു ദേശീയ നേതാവൊക്കെ ആവണമെങ്കിൽ വലിയ പാടാണ്, വലിയ ബുദ്ധിമുട്ടാണ്. എത്ര പേര് വെട്ടാനുള്ള ഒരു പാർട്ടിയാണെന്ന് അറിയാമോ? LDF പോലൊന്നും അല്ല. UDF ഒരുപാട് പേരുണ്ടെന്ന് വെട്ടാൻ. എന്നിട്ടും ഇതെല്ലാം താണ്ടി അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം, കേരളത്തിലെ ഇലക്ഷൻ സ്ട്രാറ്റജികളെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. അതൊരു നയതന്ത്ര വിദഗ്ധന്റെ ഒരു കഴിവ് തന്നെയാണ് ഒരു പാർട്ടിയെ കൃത്യമായിട്ട് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോപണം നേരിടാൻ പോകുന്ന ഒരാളും KC വേണുഗോപാൽ തന്നെയാണ്. കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ വിജയം ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ടാകും. തോൽക്കുകയാണെങ്കിൽ ആ തോൽവിയുടെ ഒരേ ഒരു ഉത്തരവാദിത്തം പോകാൻ പോകുന്നത് KCയുടെ തലയിലും VD സതീശന്റെ തലയിലും മാത്രമായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവർ രണ്ടുപേരും ശക്തരായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ്. അവര് ഈ സംഘടനയെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ട്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പോലും ഒരു പാകപ്പിഴ പോലും പോകാതെ കൃത്യമായിട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടെല്ലാം അതെല്ലാം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി പാർട്ടിയെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിനാണ് ജോയിക്ക് സീറ്റ് വിട്ടു കൊടുക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ജോയിക്ക് സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ജോയി പറഞ്ഞതാണ്, ഒരു നോക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും പരിശ്രമിക്കുന്നില്ല, ഈ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ ഞാൻ നിൽക്കില്ല. അത് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെയും നമ്മൾ കണ്ടത്. ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഈ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഒരു നേതാവും ശ്രമിച്ചില്ല. അത് നല്ലൊരു കോർഡിനേഷന്റെ പവറായിരുന്നു. ഒരു നയതന്ത്ര വിദഗ്ധർ, ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലുള്ള അധികായന്മാരുടെ നേതാക്കന്മാരില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും ഇതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ KC വേണുഗോപാലിനും VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും, അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിന്റെ യാത്രകളാണെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ശ്രദ്ധയായിരുന്നു. അപ്പോൾ KC വേണുഗോപാലിന്റെ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുള്ള അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം പോയി കൃത്യമായിട്ടുള്ള പര്യടനങ്ങൾ നടത്തി, കൃത്യമായിട്ടുള്ള റിസർച്ചുകൾ നടത്തി. അതേപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ 5 ഇന പദ്ധതികൾ അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഇപ്പോൾ ബസ്സിലൊക്കെ പിഷാരടിയുമായി പോകുന്ന ചിത്രങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ അത്തരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇടപെട്ടിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ഇടപെടലൊന്നും നമുക്ക് പരസ്യമായിട്ട് കാണാൻ കഴിയില്ല. അതിൻ്റെ അകത്താണ് നടക്കുന്നത്. അത് കൃത്യമായിട്ട് UDF നടന്നു. അതിൻ്റെ ഒരു വലിയ വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്.